റംബൂട്ടാൻ എല്ലാവർക്കും ഇഷ്ടം തന്നെയല്ലേ. റംബൂട്ടാൻ നമ്മൾ സാധാരണ ഫ്രൂട്ട്സ് ആയിട്ട് മാത്രമല്ലേ കഴിച്ചിട്ടുള്ളൂ. ഇനി നമുക്കൊരു പുതിയ ഐറ്റം തയ്യാറാക്കിയാലോ. ഇതുവരെ ആരും ചെയ്തിട്ടില്ലാത്തൊരു ഐറ്റമാണ് കേട്ടോ. റംബൂട്ടാൻ കൊണ്ട് നമുക്ക് ഇതേ രീതിയിൽ അടിപൊളിയായ ഒരു അച്ചാർ തയ്യാറാക്കാം. എന്നുവെച്ചാൽ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ അപാര ടേസ്റ്റ്. ഇതിന് ഏതൊരു അച്ചാറിനെയും വെല്ലുന്ന ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഈ റംബൂട്ടാൻ അച്ചാറിന്. ഇന്ന് വരെ നിങ്ങൾ തയ്യാറാക്കിയിട്ടില്ല എങ്കിൽ ഒരു പ്രാവശ്യം ഇതേപോലെ ഒരു റംബൂട്ടാൻ അച്ചാർ തയ്യാറാക്കിയേക്ക്. തയ്യാറാക്കുന്ന വിധം ഞാൻ ഈ വീഡിയോയിൽ മുഴുവനായി പറയുന്നുണ്ട്. സ്കിപ്പ് ചെയ്യാതെ ഈ വീഡിയോ കാണണേ. കാണുമ്പോൾ ഈ റംബൂട്ടാൻ എങ്ങനെ നമുക്ക് അച്ചാറാക്കാമെന്ന് വിചാരിക്കില്ല. നമുക്കത് തയ്യാറാക്കാം. കാരണം വളരെ ഈസി ആയിട്ട്, എന്നാൽ ഒരല്പം ഒരു സമയം കൊടുത്താൽ വളരെ ടേസ്റ്റി ആയിട്ട് നമുക്ക് തയ്യാറാക്കാം. നമ്മൾ സാധാരണ റംബൂട്ടാൻ കഴിച്ചിട്ട് ഇതിൻ്റെ കുരു കളയാറാണ് പതിവ്. ഇത് റംബൂട്ടാൻ്റെ കുരു പോലും കളയാതെ തന്നെ നമുക്ക് അടിപൊളി അച്ചാർ തയ്യാറാക്കാം. ഇപ്രാവശ്യം റംബൂട്ടാൻ നിറയെ പിടിച്ചു. പക്ഷേ അത്രയും തത്തയും വവ്വാലുമായിട്ട് അത്രയും തിന്നു തീർക്കുകയാണ് കേട്ടോ. കുറച്ചേ കിട്ടുന്നുള്ളൂ. രാവിലെ വരുമ്പോൾ ഏറെക്കുറെ പകുതിയിലധികവും അത് കൊഴിഞ്ഞ് തറയിൽ വീണിട്ടുണ്ടാകാം. അല്ലെങ്കിൽ തത്ത, പകൽ സമയങ്ങളിൽ തത്ത ഒരു 50 തത്തയെങ്കിലും ഇതിൻ്റെ മുകളിലുണ്ട്. അത് അത്രയും കഴിച്ച് തീർക്കുകയാണ്. വളരെ കുറച്ചേ നമുക്ക് കിട്ടുന്നുള്ളൂ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് നിർത്തിയാലും കിളികളും മറ്റ് ജീവികളും തന്നെ കൊണ്ടുപോകണം. കുറച്ചെടുത്ത് അച്ചാറാക്കി നോക്കിയാലോ എന്ന് വിചാരിച്ചു. അങ്ങനെയാണ് ഞാൻ കൈയെത്തി പറിക്കാൻ പറ്റാവുന്ന ഏറെക്കുറെ ഞാൻ ഇറുത്തെടുത്ത് കേട്ടോ. കുറച്ച് പഴുക്കാനായിട്ട് ഫ്രൂട്ടായിട്ട് എടുക്കാനും നിർത്തിയിട്ടുണ്ട്. ബാക്കി കംപ്ലീറ്റ് ഞാനിങ്ങ് ഇറുത്തെടുത്ത്. വീടിൻ്റെ ടെറസിൽ നിന്നാൽ നമുക്കിത് ഇറുത്തെടുക്കാൻ പറ്റും. ആ പാകത്തിനാണ് ഇത് നിൽക്കുന്നത്. അതൊരു ഭാഗ്യമായി. അതുകൊണ്ട് വളരെ ബുദ്ധിമുട്ടില്ലാതെ ഇത് ഇറുത്തെടുക്കാൻ പറ്റും. ഞാൻ അങ്ങനെ ഏകദേശം ഒരു പാത്രം നിറയെ ഇറുത്തെടുത്ത് കേട്ടോ. അതിൽ നന്നായിട്ട് പഴുത്തതും ഉണ്ട്, കുറച്ച് പഴുപ്പ് കുറഞ്ഞതും ഉണ്ട്. ആ രീതിയിലാണ് ഞാനിങ്ങനെ ഇറുത്തെടുത്തത്. കുറച്ച് പച്ചയും കുറച്ച് പഴുത്തതുമായിട്ടാണ് ഇറുത്തത്. അതിൽ നിന്ന് നല്ല പഴുത്തത് മാറ്റിയിട്ട് കുറച്ച് കളറ് കുറഞ്ഞതും പഴുപ്പ് കുറഞ്ഞതും ആയതൊക്കെ എടുത്തിട്ടാണ് ഞാൻ ഈ അച്ചാറിനായിട്ട് എടുക്കുന്നത് കേട്ടോ. നല്ല പഴുത്തതിനെ ഫ്രൂട്ടായിട്ട് അങ്ങ് മാറ്റി വെച്ചു. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമുക്ക് അച്ചാറിന് എടുക്കുന്ന അത്രയും സാധനങ്ങൾ ഇതിൻ്റെ തോട് കളഞ്ഞെടുക്കണം. അത് വളരെ എളുപ്പത്തിൽ നമുക്ക് തോട് കളഞ്ഞെടുക്കാം. ഇത് ഒരു കത്തി എടുത്തിട്ട് ഒന്ന് നെടുകെ മുറിച്ച് കഴിഞ്ഞാൽ അതിനെ നമുക്ക് പെട്ടെന്ന് തന്നെ അതിനെ തോടിളക്കി മാറ്റാൻ പറ്റും. ഇതേപോലെ അങ്ങോട്ട് ഈസിയായിട്ട് തോടിളക്കി മാറ്റാൻ പറ്റും കേട്ടോ. അതിൽ അതുപോലെ തോടിളക്കിയിട്ട് ആവശ്യമുള്ള അത്രയും റംബൂട്ടാൻ തോട് എടുക്കണം. പിന്നെ പ്രധാനമായിട്ടും ഇത് റംബൂട്ടാൻ്റെ കുരുവോടുകൂടി തന്നെ നമ്മൾ എടുക്കണം. ഈ നമ്മൾ ഫ്രൂട്ട് കഴിച്ചാലും അതിൻ്റെ കുരുവോടുകൂടി തന്നെ കഴിച്ചു നോക്കണം കേട്ടോ. ഒരു പ്രാവശ്യം കഴിച്ചു നോക്കി എന്തൊരു ടേസ്റ്റാണെന്ന് അറിയാമോ. എനിക്കും അറിയില്ലായിരുന്നു അതിൻ്റെ ടേസ്റ്റ് ഇത്രത്തോളം ഉണ്ടെന്ന്. സാധാരണ അത് കഴിച്ചിട്ട് അതിന് പുറമേയുള്ള മാംസമുള്ള ഭാഗം കഴിച്ച് കുരു കളയുകയായിരുന്നു പതിവ്. ഒരു ദിവസം ഞാൻ വിചാരിച്ചു, ചക്കപ്പഴം കഴിക്കുന്ന ചക്കക്കുരു നമ്മൾ പലതിനും ഉപയോഗിക്കാറില്ലേ, അതുപോലെ ആയിരിക്കുമല്ലോ റംബൂട്ടാൻ്റെ കുരുവും. ചക്കക്കുരു പോലെ ആയിരിക്കുമല്ലോ. ഇതിന് എന്തായാലും വേറെ ദോഷങ്ങളൊന്നും വരില്ലല്ലോ എന്ന് വിചാരിച്ച് കഴിച്ചു നോക്കിയതാണ്. കഴിച്ചു നോക്കിയപ്പോൾ നല്ല ടേസ്റ്റുണ്ട്. പ്രത്യേകിച്ച് വേറെ ഇഷ്ടക്കേട് വരുന്ന ഒരു രുചി അതിലില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാൻ കഴിക്കാമെന്ന് വിചാരിച്ചതാണ്. ആ അച്ചാർ തയ്യാറാക്കുമ്പോൾ ആ കുരുവോടുകൂടി തന്നെ നമുക്ക് തയ്യാറാക്കാം. ഒരു പ്രാവശ്യവും ഫ്രൂട്ട്സ് കഴിക്കുമ്പോൾ നിങ്ങൾ ആ കുരു കളയരുത്. ഇതേപോലെ കടിച്ച് കഴിക്കണേ ഫ്രൂട്ടിനോടൊപ്പം തന്നെ. ആ മധുരവും ആ കുരുവിടെ ചവയ്ക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. അങ്ങനെ എനിക്ക് അച്ചാറിന് വേണ്ടത് ആവശ്യത്തിനുള്ള ഞാൻ ഇതുപോലെ ഇറുത്തെടുത്തു. ഇത്രയാണ് ഞാൻ അച്ചാറിൻ്റെ തയ്യാറാക്കാനായിട്ട് എടുത്തത് കേട്ടോ. ഇനി നമുക്കിത് മാറ്റി വയ്ക്കാം. പിന്നെ നന്നായിട്ട് പഴുത്തത് ഞാൻ ഫ്രൂട്ടായിട്ട് കഴിക്കാനായിട്ട് മാറ്റി വെച്ചു. ഇനി നമുക്ക് ഈ അച്ചാറിലേക്ക് വേണ്ടത് കുറച്ച് പച്ചമുളക് ചതച്ചെടുക്കണം. കുറച്ച് വെളുത്തുള്ളി തോലോടെ കഴുകിയിട്ട് ഒന്ന് ചതച്ചെടുത്ത് വയ്ക്കുക. പിന്നെ കുറച്ച് ഇഞ്ചിയും കൂടെ ചതച്ചെടുത്ത് വയ്ക്കണം. അതും കൂടെ ചതച്ച് വെച്ചിട്ട് നമുക്കിനി അച്ചാർ തയ്യാറാക്കാനുള്ള പണികൾ തുടങ്ങാം. ആദ്യം കുറച്ച് വറ്റൽമുളക് ഒന്ന് വറുത്തെടുക്കുക. അത് നമ്മുടെ മിക്സി പൊടിച്ച് ചില്ലി ഫ്ലേക്സ് ആക്കി എടുക്കാനാണ്. ആ രീതിയിലൊന്ന് വറുത്തെടുക്കണം. അത് നന്നായിട്ട് മൂക്കുമ്പോൾ വറുത്ത് മാറ്റി വെച്ചിട്ട് ആ പാത്രത്തിൽ തന്നെ ഇട്ടിട്ട് നമുക്ക് 1 സ്പൂൺ ഉലുവയും 1 സ്പൂൺ കടുകും അതും കൂടെ വറുക്കണം കേട്ടോ. ഇത് നന്നായിട്ട് മൂത്ത് കഴിയുമ്പോൾ നമുക്ക് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. എന്നിട്ട് വേണം 1 സ്പൂൺ ഉലുവയും 1 സ്പൂൺ കടുകും കൂടെ വറുക്കാനായിട്ട്. ആ ഉലുവയും കടുകും കൂടെ കടുക് പൊട്ടി വരുമ്പോൾ നമുക്കറിയാം നന്നായിട്ട് അത് മൂത്ത് എന്ന്.
ആ പൊട്ടി വരുന്ന സമയം വരെ അതിനെ നമുക്കൊന്ന് മൂപ്പിച്ചെടുത്ത് അതും ഒന്ന് തണുത്ത് നമുക്ക് പൊടിച്ചെടുക്കണം. അതിനായിട്ട് അതിനെ നമുക്ക് വറുത്തങ്ങോട്ട് മാറ്റി വയ്ക്കാം. എന്നിട്ട് നമുക്ക് അച്ചാർ തയ്യാറാക്കാനായിട്ട് ഒരു ചീനിച്ചട്ടി വയ്ക്കാം. ചീനിച്ചട്ടി വെച്ചിട്ട് നല്ലെണ്ണ ഒഴിക്കണം കേട്ടോ. നല്ലെണ്ണ കുറച്ച് കൂടുതൽ ഒഴിക്കണം. കുറച്ച് കൂടുതൽ നല്ലെണ്ണ ഒഴിച്ചിട്ട് ആ നല്ലെണ്ണ ചൂടായി വരുമ്പോൾ നമുക്ക് ഈ അച്ചാറിന് ആവശ്യമായ ഉപ്പ് അതിലേക്ക് ഇട്ട് കൊടുക്കാം. എണ്ണയിൽ തന്നെ ഉപ്പിടണം കേട്ടോ. ആ ഉപ്പും കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് ചൂടായി വരാൻ വേണ്ടിയിട്ടാണ്. ഞാൻ 1 സ്പൂൺ ഉപ്പാണ് ഇട്ടത്. നല്ല 1 സ്പൂൺ ഇട്ട് അതും കൂടെ ഇട്ടിട്ട് അതിനെ ഒന്ന് നന്നായിട്ടൊന്ന് എണ്ണയിലിട്ട് ഒന്ന് ചൂടാക്കി എടുക്കണം. ആ ഉപ്പും കൂടെ നന്നായിട്ട് ചൂടായി കഴിഞ്ഞിട്ട് നമ്മൾ തോട് ഇറുത്തി വെച്ചേക്കുന്ന റംബൂട്ടാനുണ്ടല്ലോ അത് ഇതിലേക്ക് അങ്ങ് തട്ടി കൊടുക്കണം. തോട് ഇറുത്തിട്ട് ഞാനൊന്ന് കഴുകിയെടുത്തായിരുന്നു. കാരണം തോടിൽ ഇറുത്ത് വരുമ്പോൾ നമ്മുടെ കയ്യിലും തോടിലൊക്കെ ഉള്ള ചെറിയ ചെറിയ നാരൊക്കെ അതിലുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാനതൊന്നുകൂടെ കഴുകിയെടുത്തിട്ടാണ് ഇങ്ങനെ എടുത്തത്. കഴുകി തോർത്തി എടുത്തായിരുന്നു. എന്നിട്ടാണ് ഞാൻ അച്ചാറിലേക്ക് ഇട്ടത്. ആ അച്ചാറിലേക്ക് ആ റംബൂട്ടാനും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് വഴറ്റണം. ഒരു 5 മിനിറ്റ് നമ്മളൊന്ന് വഴറ്റണം. അപ്പോഴത്തേക്ക് റംബൂട്ടാൻ്റെ ആ മാംസമുള്ള മധുരമുള്ള ഭാഗം ഉണ്ടല്ലോ, പുളിയും മധുരവും കൂടെ ആണല്ലോ ഇപ്പോൾ. നന്നായിട്ട് പഴുത്തതല്ല, പഴുപ്പ് കുറഞ്ഞതും നല്ല പച്ചയും കൂടെ ചേർത്തിട്ടാണ് ഞാൻ അച്ചാറിനെടുത്തത്. ആ മാംസമുള്ള ഭാഗം ഒന്ന് ലൂസായി കുറച്ചുകൂടെ ഗ്രേവി പോലെ, അതായത് ജ്യൂസി ആയിട്ട് വരും ഈ ഓയിലിൽ. നമ്മൾ ഒഴിച്ച ഓയിൽ കൂടാതെ കുറച്ച് ജ്യൂസിയാവും. എന്നിട്ട് അത് ഇച്ചിരി കളറ് കിട്ടാനായിട്ട് ഞാൻ ഒരല്പം മഞ്ഞൾപ്പൊടിയും കൂടെ അതിലേക്ക് ഇട്ട് കൊടുത്തു. ഇട്ട് കൊടുക്കുമ്പോൾ അതൊന്ന് കളറ് കിട്ടാനായിട്ടാണ് കേട്ടോ. അങ്ങനെ ഒരു 5 മിനിറ്റ് മീഡിയം ഫ്ലെയിം വെച്ചിട്ട് തന്നെ നമുക്കതിനെ ഒന്ന് ഇളക്കിയെടുക്കാം. ഇളക്കി അതിൻ്റെ കളറൊന്ന് ചേഞ്ചായി വരുന്ന ഒരു ടൈമുണ്ട്. ആ സമയം വരെ നമുക്കൊന്ന് ഇളക്കിയെടുക്കണം. ഇളക്കിയെടുത്തിട്ട് നമുക്ക് അതൊന്ന് അതിൻ്റെ ജ്യൂസ് ഇളവി അതൊന്ന് ഉപ്പൊക്കെ പിടിച്ച് വന്നു എന്ന് നമുക്ക് മനസ്സിലാവുന്ന ഒരു 5 മിനിറ്റൊക്കെ കഴിയുമ്പോൾ നമുക്കത് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. കോരി വേറൊരു പാത്രത്തിലേക്ക് വെക്കാം കേട്ടോ. അത് കോരി തീർന്ന് നോക്കുമ്പോൾ നമ്മുടെ വെച്ച ചീനിച്ചട്ടിയിൽ കുറച്ച് കൂടുതലായിട്ട് എണ്ണയായിട്ട് തോന്നില്ല. അത് എണ്ണയല്ല, മൊത്തത്തിൽ നമ്മൾ അതിൽ നിന്ന് ഇറങ്ങി വന്ന കുറച്ച് ജ്യൂസും കൂടെയാണ് കേട്ടോ. അതും കൂടെ ആയിട്ടാണ് കിടക്കുന്നത്. ഇനി അതിലേക്ക് നമുക്ക് ജ്യൂസ് വറ്റണ്ട. അതിന് മുമ്പ് തന്നെ ഞാൻ 1 സ്പൂൺ കടുക് ഇട്ട് കൊടുത്തു. ആ കടുക് അപ്പോഴത്തേക്ക് അതിൽ തന്നെ അങ്ങ് പൊട്ടി വരും കേട്ടോ. ആ കടുക് ഒന്ന് പൊട്ടി വരുമ്പോൾ ഫ്ലെയിം അങ്ങ് കുറച്ച് വെക്കണം. ഫ്ലെയിം കൂട്ടി വെക്കണ്ട കേട്ടോ. അത് കാരണം ജ്യൂസും കൂടെ ഉള്ളത് കൊണ്ട് അതിൻ്റെ സൈഡ് കരിഞ്ഞു പെട്ടെന്ന് അത് കരിയും. ഇങ്ങനെ കളർ മാറി വരും. അപ്പോഴത്തേക്കും നമുക്ക് ഈ വെളുത്തുള്ളി ചതച്ച് വെച്ചേക്കുന്ന അതിലേക്ക് ഇട്ട് കൊടുത്ത് പച്ചമുളക് ചതച്ചതും അതിലേക്ക് ഇട്ട് കൊടുത്ത് നമ്മൾ ഇഞ്ചി ചതച്ച് വെച്ചിട്ടുള്ളൂ അതിൽ നിന്ന് 1 സ്പൂൺ ഇഞ്ചിയും കൂടെ അതിലേക്ക് ഇട്ട് കൊടുത്ത് അതെല്ലാം കൂടെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. ആ എണ്ണയിൽ കിടന്ന് അതൊന്ന് വഴറ്റി വരും. നന്നായി മൂത്ത് വന്നതിന് ശേഷമേ അതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക. കറിവേപ്പില ഇട്ട് അതിനെ ഒന്ന് മൂപ്പിച്ചെടുക്കുക. ഈ ഇഞ്ചിയും വെളുത്തുള്ളിയും കറിവേപ്പിലയും പച്ചമുളകും ഒക്കെ ഒന്ന് നന്നായിട്ട് മൂത്ത് വന്ന് കഴിഞ്ഞതിന് ശേഷമേ നമ്മളിനി ഇതിലേക്ക് അടുത്ത ഐറ്റംസ് ചേർക്കാവൂ. ദേ ഇപ്പോൾ എനിക്കുള്ള ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും കറിവേപ്പിലയൊക്കെ ഏകദേശം നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇനി നമുക്ക് ഇതിലേക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം. നമ്മൾ റംബൂട്ടാൻ എത്രത്തോളം എടുത്തോ അതിനനുസരിച്ച് വേണം മസാലകൾ ചേർക്കാനായിട്ട് കേട്ടോ. ആദ്യം മഞ്ഞൾപ്പൊടി കുറച്ചിട്ട് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് എരിവിനാവശ്യമായ ആദ്യം സാദാ മുളക് പൊടി ഇടുക. അതിനുശേഷം നമ്മൾ വറുത്തെടുത്ത ചില്ലി ഫ്ലേക്സും കൂടെ കുറച്ചിടുക. അതും കൂടെ ഇടുമ്പോൾ നല്ല ഭംഗിയാണ് കേട്ടോ. ഭംഗി മാത്രമല്ല, വറുത്തിട്ട് അത് ഇടുമ്പോൾ കുറച്ചുകൂടെ ടേസ്റ്റിയാണ്. പിന്നെ അതിലേക്ക് ചേർക്കേണ്ടത് നമ്മൾ കടുകും ഉലുവയും കൂടെ വറുത്തില്ലേ, ആ വറുത്ത് പൊടിച്ചതും ചേർത്ത് കായപ്പൊടിയും കൂടെ ചേർക്കുക. ചേർത്തിട്ട് ലോ ഫ്ലെയിമിൽ വെച്ച് ഈ മസാല പച്ചമണം മാറ്റിയെടുക്കണം. നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. എന്നാൽ കരിഞ്ഞു പോവുകയും ചെയ്യരുത്. ആ വിധത്തിൽ നന്നായിട്ട് മസാലയുടെ പച്ചമണം മാറ്റിയെടുത്തിട്ട് നമ്മൾ ആദ്യം വറുത്ത് കോരി വെച്ചിരിക്കുന്ന റംബൂട്ടാനുണ്ടല്ലോ അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അത് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. അത് ലോ ഫ്ലെയിമിൽ വെച്ച് ഒരു 2 മിനിറ്റ് ഈ മസാല പിടിക്കാനായിട്ടൊന്ന് മിക്സാക്കി മാത്രം മതി. ആ മിക്സാക്കി കഴിഞ്ഞിട്ട് നമുക്ക് ഫ്ലെയിം ഓഫാക്കാം. ഒരുപാട് നേരം മസാലയോടൊപ്പം അത് ഇട്ടേക്കണ്ട. കാരണം തിളച്ച് ഇനി അത് വേവാനുള്ള സമയം കൊടുക്കണ്ട. അപ്പോഴത്തേക്കും ആദ്യം നമ്മൾ എണ്ണയിൽ വാട്ടി അതിൽ ഉപ്പെല്ലാം പിടിച്ചിട്ടുണ്ടാവും. നമുക്ക് ജസ്റ്റ് ഉപ്പൊന്ന് നോക്കിയാൽ മാത്രം മതി. ഇപ്പം നോക്കൂ, അച്ചാർ ദേ കറക്റ്റ് പാകത്തിന് റെഡി ആയിരിക്കുകയാണ്. ഇനി അതൊന്ന് തണുത്ത് കഴിയുമ്പോൾ നമുക്ക് ഒരു ഒട്ടും നനവില്ലാത്തൊരു കുപ്പിയിലിട്ട് വയ്ക്കാം. സൂപ്പർ ടേസ്റ്റുള്ള അച്ചാറാണ് കേട്ടോ.
അച്ചാറെന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ മലയാളികൾക്ക് അച്ചാറില്ലാതെ ചോറ് കഴിക്കുന്ന കാര്യം ബുദ്ധിമുട്ടാണല്ലേ. എന്ത് അച്ചാറായാലും. പക്ഷെ ഇന്ന് വരെ ഇങ്ങനെ ഒരു റംബൂട്ടാൻ അച്ചാർ നിങ്ങൾ കഴിച്ചിട്ടുണ്ടോ? കഴിച്ചിട്ടില്ല എങ്കിൽ നമ്മൾ മിക്കവാറും വീടുകളിൽ റംബൂട്ടാൻ ഇപ്പോൾ ഉണ്ട്, മരമുണ്ട്. എനിക്ക് കായ്ച്ചത് കുരുവിട്ട് പൊടിച്ച് കായ്ച്ച നാടൻ മരമാണ്. ഞാൻ വാങ്ങി വെച്ച തൈ ഒന്നുമല്ല. കടയിൽ നിന്ന് റംബൂട്ടാൻ ഫ്രൂട്ട് മേടിച്ച് കഴിച്ചിട്ട് അതിൻ്റെ കുരുവിട്ട് പൊടിപ്പിച്ച മരമാണ്. അതാണ് ഇങ്ങനെ കായ്ച്ചത്. ഇത് തണുത്ത് കഴിഞ്ഞപ്പോൾ ഞാനൊരു കുപ്പിയിലിട്ട് വെച്ചു. സൂപ്പർ അച്ചാർ ദേ റെഡിയായി കഴിഞ്ഞു. എങ്ങനെയുണ്ട്? നിങ്ങൾക്ക് ഇഷ്ടമായോ? ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ ആരും മറക്കരുതേ. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കടയിൽ നിന്ന് ഫ്രൂട്ടായിട്ട് മേടിച്ചാലും അതിൽ നിന്നൊരു 10 റംബൂട്ടാനെങ്കിലും എടുത്ത് നിങ്ങൾ ഇങ്ങനെ ഒരു അച്ചാർ തയ്യാറാക്കി നോക്കി. 10 റംബൂട്ടാൻ മതി കേട്ടോ. സൂപ്പർ ടേസ്റ്റുള്ള അച്ചാർ. ഒരു കാരണവശാലും ഈ റംബൂട്ടാൻ്റെ കുരു കളയരുതേ. കുരു അതീവ ടേസ്റ്റാണ്. ഞാൻ തയ്യാറാക്കി കഴിച്ച് നോക്കിയിട്ടാണ് പറയുന്നത്. നിങ്ങൾ തയ്യാറാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കണേ. ഈ അച്ചാർ എങ്ങനെയുണ്ടെന്ന് തീർച്ചയായിട്ടും ഒന്ന് ചെയ്തു നോക്കണേ കേട്ടോ.